ഒരു ദിവസത്തേക്ക് ഞാൻ അങ്ങ് അവധി എടുത്താലോ? ഏയ് അതൊന്നും പറ്റൂല. പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ക്ലാസ്സിൽ പോവാൻ നോക്ക്. പപ്പി ഇവിടെ തന്നെ കാണും. അപ്പൊ പിന്നെ വൈകുന്നേരം വന്നിട്ട് കാണുക സംസാരിക്കുക ഒക്കെ ചെയ്യാം. ഈ ശാരദാമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാൻ പോയില്ല എന്ന് പറഞ്ഞാ പോയില്ല. വാ പപ്പി. അങ്ങോട്ട് ചെല്ല്, അമ്മ ഇപ്പൊ ശരിയാക്കും. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. ഓ ഓ, രണ്ടാളും മോശമില്ല. മോളെ, എന്താടി ഉണ്ടായത്? പപ്പി സ്വയം എഴുന്നേറ്റ് പോവായിരുന്നോ? അവിടെ നിൽക്കാൻ മോൾക്ക് ഒരിഷ്ടമല്ലമ്മ. എന്നും വഴക്കല്ലേ. പിന്നെങ്ങനെ അവളവിടെ നിൽക്കുന്നു? അവള് ഇങ്ങോട്ട് തന്നെയാ വന്നത്. അതിനിടയ്ക്ക് വെച്ച ആ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്നു. എന്തായാലും പപ്പിയുടെ സമയം ഒന്ന് നോക്കണം. എന്തെങ്കിലും വഴിപാടുകളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കി തന്നെ ചെയ്യണം കേട്ടോ. ഇതിപ്പോ ഒരു പ്രാവശ്യമല്ല വീട് വിട്ട് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പപ്പിയുടെ കാര്യത്തിൽ ഇനി ശരിക്കും ശ്രദ്ധ വേണം. ദേവി, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. ഇവിടെ കാട്ടി കയറി കാട്ടുപന്നി മാത്രമല്ല, എടോ മതയാനെ വരെ ഞാൻ വിരട്ടി ഓടിച്ചിട്ടുണ്ട്. എനിക്കാണോ ഈ വിഷ്ണുവിനെ പോച്ച് പുറത്തേടിക്കാൻ പറ്റാത്തത്? ആ സുബൈറിന്റെ കാട്ടിലെ ഏതെങ്കിലും താവളം, അല്ലെങ്കിൽ തടി വെട്ടുന്ന കൂപ്പ്, അല്ലെങ്കിൽ ആ ലോറി താവളത്തിൽ ഏതെങ്കിലും ഒരുത്തന്റെ ഏതെങ്കിലും ഒരു അടുക്കള ചായ്പ്, അവിടെ എവിടെയെങ്കിലും കാണും അവൻ. ഇന്നവനെ പുകച്ച് പുറത്തു കാണിക്കുന്ന ദിവസമാണോ? താൻ കണ്ടോ? ഞാൻ വൈകിട്ട് വിളിക്കുമ്പോ എന്റെ ചുണ്ടിൽ നിന്ന് തനിക്ക് ആ വാർത്ത സന്തോഷത്തോടെ കേൾക്കാം. താൻ നോക്കിയോ, താനൊരു 1.5 പക്ക് കട്ടിക്കൊഴിച്ചിട്ട് ഒന്ന് കാത്തിരുന്നു വിഷ്ണു ഒടുങ്ങിയെന്ന് കേൾക്കാനായിട്ട്. കൈയോടെ കിട്ടിയില്ലെങ്കിൽ വെടിവെച്ചിടും ഇന്ന് ഞാൻ ആ കാട്ടുപന്നിയെ. ഇനി അവൻ ഈ ഭൂമിയിൽ വേണ്ടടോ. താൻ വെച്ചോ, ഒരു കുറുനരി കുറുകെ ചാടിയെന്നാ തോന്നുന്നത്. താൻ വെക്കടോ. ആരും ഇല്ലടാ അവിടെ. ഇതവൻ തന്നെ, പക്ഷേ അവന്റെ ഉദ്ദേശം എന്താന്ന് കൊണ്ട് മനസ്സിലാവില്ല. ഇവിടെയും കാണുന്നുമില്ല. വിഷ്ണു, റൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നിന്റെ കാറിലും വന്നു. ഇനി നീ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന നിന്റെ മണിയറയുണ്ടല്ലോ, അവിടെയും വേണ്ടി ഒന്നാ വരും നിന്റെ കാലനായിട്ട്. നീ ഇനി തീർന്നടാ. ഇവിടുത്തെ താഴ്വരയിലേ നല്ല നരഭോജികളായ കാട്ടുമൃഗങ്ങളുണ്ടെന്നാ കേട്ടത്. അവർക്കൊക്കെ നീ ഇന്ന് തീറ്റയാ. ഈ തീറ്റ കൊടുക്കുമ്പോഴേ വയറ് നിറച്ച് കൊടുക്കണമെന്നാ പറയുന്നത്. കേട്ടിട്ടില്ലേ? അന്നദാനം മഹാദാനം. അങ്ങനെ നോക്കുമ്പോ എന്നേക്കാൾ കൂടുതൽ ഇറച്ചി ഈ ശരീരത്തിലുള്ളത്. സർക്കാർ മുതൽ കൈയിട്ട് വാരി ചേർത്ത തടിയല്ലേ.
കാട്ടുമൃഗങ്ങൾ വീതിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള പാപക്കറിയൊക്കെ അങ്ങ് കഴുകി പൊക്കോളും. ഒന്ന് തിരിഞ്ഞു നോക്കിയാ തൊട്ടപ്പുറത്ത് അതിവിശാലമായ കൊക്കെ അമ്മേന്ന് വിളിക്കാൻ നാവ് പൊന്തുന്നതിന് മുമ്പ് പണി തീരും. എടാ ആ തട്ടെ എനിക്കും തട്ടാലോ. ആരുടെ നാവാ പൊങ്ങാത്തേന്ന് നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം. നമ്മൾ രണ്ടുപേരിൽ ഒരാളെ ഇന്ന് ഈ കാലം കുന്നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകും. ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് നമുക്ക് രണ്ടുപേർക്കും മുന്നിൽ മരണവുമുണ്ട്. ഇനി പറ, എൻ്റെ ലോറിക്കകത്ത് സ്പിരിറ്റ് വെക്കാൻ നീ ആർക്കാ കൊട്ടേഷൻ കൊടുത്ത? എടാ ചള്ളിയേക്ക, നീ എൻ്റെ തണ്ടിയേ അല്ല. നീ എന്നോട് മുട്ടാൻ വരുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. വെറുതെ കൂമ്പ് വാടി പെടുമരണം വാങ്ങിച്ച് കൂട്ടാൻ ഓടി നടക്കുന്നവന്റെ മുമ്പിൽ എന്തിനാ എൻ്റെ എനർജി കളയുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാടാ പലപ്പോഴും നിന്നെ ഞാൻ വെറുതെ വിട്ടതും നീ ഇപ്പോൾ ഇങ്ങനെ ആളായി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതും. നീ ചോദിച്ച സ്ഥിതിക്ക് ഞാനങ്ങ് പറയാം, ചെയ്തത് ഞാൻ തന്നെയാടാ. പക്ഷെ നീയല്ല ഞങ്ങളുടെ ടാർഗറ്റ്. നിന്റെ ഭാര്യ കളക്ടർ മോളില്ലേ, ശാലിനി വിഷ്ണു, അവളെ ഒന്ന് പൊതിഞ്ഞു കെട്ടി പറഞ്ഞിരുത്താൻ വേണ്ടി കളിച്ച കളി തന്നെയാടാ ഇത്. അവളെ ഇപ്പൊ ലോങ് ലീവല്ലേ എടുത്തത്. അതിനി അധികം വൈകാതെ ഒരു രാജിക്കത്തിൽ ഒതുക്കി തീർത്ത് ഞങ്ങളങ്ങ് തരടാ. അവളെ കരിയറേ ഇപ്പൊ വൈറ്റാ, നല്ല പാല് പോലെ പരിശുദ്ധം. അതിലേക്ക് നിന്റെ ഈ സ്പിരിറ്റ് കഥ ഞങ്ങൾ അങ്ങ് ചേർക്കും. അതോടുകൂടി പരിശുദ്ധമായ പാലങ്ങ് പിരിയും. അതോടെ വൈറ്റായ അവളുടെ കരിയർ ഉണ്ടല്ലോ അങ്ങ് തീരും. അതോടെ ഈ വർഷത്തെ പോലീസ് മെഡല് എന്റെ സ്വീകരണ മുറി കയറൂടാ. നിന്റെ സ്വീകരണ മുറി കയറും നിന്റെ നല്ല മാലകിട്ട ഫോട്ടോ, പിന്നെ നിന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള സങ്കടക്കുറിപ്പുകളും. ഓഹോ, ഇന്നിവിടെ വെച്ച് തീരുകടാ നിന്റെ ആർക്കും വേണ്ടാത്ത ജന്മം. പണം ഇത് സർക്കാർ മുദ്രയുള്ള റിവോൾവറാണ്. ഇതിങ്ങനെ കറക്കുണ്ടല്ലോ 6 ബുള്ളറ്റുകൾ കാണും. ഇതിൽ 6ാമത്തെ ബുള്ളറ്റ് മുമ്പിൽ നിൽക്കുന്നവരെ ചങ്കിൽ തന്നെ ഉന്നമക്കാനുള്ളയാടാ. അതാണ് അവസാനത്തെ ഐറ്റം. ബാക്കിയുള്ള 5 ബുള്ളറ്റും ജീവനോടെ പ്രതികളെ പിടിക്കാൻ വേണ്ടി തന്നേക്കുന്ന ഈ മുട്ടിന് താഴെ വെക്കാനുള്ളത്. ഞാൻ പക്ഷേ ഇവിടെ നിലവിലുള്ള ചട്ടങ്ങളെയൊക്കെ മറക്കാടാ. 1ാമത്തെ ബുള്ളറ്റിന് തന്നെ 6ാമത്തെ ബുള്ളറ്റിന്റെ പണിയങ്ങ് കൊടുക്കുക. ഒരു പ്രമോഷൻ. ബാക്കി ഉണ്ടെങ്കിൽ ഞാനങ്ങ് വെറുതെ വെടിവെച്ച് കളയും. ഇതുപോലെ ഇനി നിന്റെ ഊഴവാടാ. അപ്പോ ആത്മരക്ഷാർത്ഥം അന്വേഷണ ഉദ്യോഗസ്ഥന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രതിക്കെതിരെ നിറയൊഴിക്കേണ്ടി വരുന്നു. God bless you, my വിഷ്ണു. ഇനി നീ ഈ ഭൂമിയിൽ വേണ്ടടാ, കൊല്ലടാ.
എന്റെ കമലി എന്തുവാ ആരാചാര പണി നീ എടുക്കണ്ട ചന്ദ്രബോസേ. അത് നിനക്ക് അതിന് നീ ഇത്തിരികൂടി മൂക്കണോടാ. ഇപ്പൊ നിന്റെ ഈ മൂപ്പ് പോരാ. പിന്നെ മുന്നിൽ നിൽക്കുന്നതേ ഈ വിഷ്ണുവാണ്. ഈ ഭൂമിയിൽ ഞാൻ എത്ര നാളുണ്ടാവുമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒടയതമ്പുരാനും മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഒരു കാക്കിയിട്ട നരാധവന്മാർക്കും ഞാൻ എന്റെ ജീവൻ എടുക്കാനുള്ള അവകാശവും തീരെ എഴുതി കൊടുത്തിട്ടാ. സംശയം ഉണ്ടെങ്കിൽ എന്താടാ, ഞാൻ നിന്റെ കയ്യിലേക്ക് എന്നെ നിന്റെ ആയുധം തന്നിരിക്കുക. പറ്റുമെങ്കിൽ നീ എന്നെ ഒന്നങ്ങ് കൊന്ന് കാണിക്കട. എന്റെ ജീവനെടുത്ത് കാണിക്കട. നീ ആണാണെങ്കിൽ ചെയ്ത് കാണിക്കട ചന്ദ്രബോസേ. എന്നെ ഒന്ന് കൊന്നു കാണിക്കട. Stop! എന്തേ പൊട്ടുന്നില്ലേ? ഉണ്ടായിരുന്നു ഉണ്ടേക്കെ പൊട്ടിച്ചു കളഞ്ഞില്ലേടാ. പിന്നെ എങ്ങനെ ഉണ്ടാവാനാ? എന്നാൽ ഒരെണ്ണെങ്കിലും കാണുമല്ലോ. അതെന്തേ? നോക്കി കഷ്ടപ്പെടണ്ടാ. തോക്കും കൊണ്ട് നടന്നാ പോരാ, അതിലെ ഉണ്ട സുരക്ഷിതമായിട്ട് സംരക്ഷിക്കാനും അറിയണം. അല്ലെങ്കിൽ തോക്കിലിരിക്കേണ്ട ഉണ്ട മറ്റുള്ളവരുടെ കയ്യിലിരിക്കും. ഇതുപോലെ ഓട്ടേടാ. നിനക്കും മതിയായില്ലടാ. നിനക്കും മതിയായില്ലടാ ചേറ്റ്. കഴിയാറായോ മോളെ? പകുതിയാകുന്നേ ഉള്ളൂ അച്ഛാ. എന്തായാലും ഈ ഫോട്ടോ വരപ്പ് നന്നായി. സമയാകുമ്പം ഓടി നടക്കണ്ടല്ലോ. ഒരു മാല വാങ്ങി അതിന്റെ പുറത്തേക്ക് കിട്ടാൻ മതിയല്ലോ. അച്ഛാ, ദേ ഇങ്ങനെയുള്ള തമാശയൊന്നും നൂറിന് ഇഷ്ടമല്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നേ? ഒരു പുരുഷായുസിൽ അനുഭവിച്ചു തീർക്കേണ്ട ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ച് തീർത്തിട്ട് നിൽക്കല്ലേ മോളെ ഞാൻ.
ഇനി എനിക്ക് തരാൻ ഭഗവാന്റെ കൈ പോലും ഒന്നുമില്ല. കാരണേ ഇനി തരണമെങ്കിൽ ഇതുവരെ അനുഭവിച്ചെന്റെ മോളിൽ തരണ്ടേ? അത് കാണത്തില്ല. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചതാ. അതൊക്കെ ശരി. ഇനി വരാൻ പോകുന്ന നല്ല കാലങ്ങളെ സങ്കല്പിച്ചോണ്ട് അല്പനേരം ഒന്ന് ഇരിക്കാവോ? എനിക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഫേസാ വേണ്ടത്. അത് കിട്ടാൻ പ്രയാസമാ. എന്നാലും ഞാൻ ശ്രമിക്കാം. ആ, ഇതൊക്കെയാണ്. അല്ല, ഈ ഇരിപ്പിത്തിൽ കട്ടയാ കേട്ടോ. എന്നാലും മോളൊരു സന്തോഷമല്ലേ, ഞാനതങ്ങ് സഹിച്ച്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പറയാൻ കേട്ടോ. ഞാൻ വരച്ചോണ്ടത് കേൾക്കുകയും ചെയ്യാം. എന്തോ പറയാനാ? സന്തോഷം തരുന്ന ഒന്നും തന്നെ പറയാനില്ലാത്തവന് എന്ന് നഷ്ടക്കണക്കുകളിലെ നിരത്താൻ പറ്റൂ? ദേ, പിന്നെയും തുടങ്ങി. ആര് പറഞ്ഞു സന്തോഷം നൽകുന്നതെന്നും പറയാനില്ലെന്ന്? വിഷ്ണു ഏട്ടന്റെയും ശാലിനി ചേച്ചിയുടെയും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാൻ പാടില്ലേ? അത് സന്തോഷം തരുന്നല്ലേ? ആ പറയുമ്പോൾ ഉള്ള സന്തോഷേ അവർക്കും കിട്ടിയിട്ടുള്ളൂ. കാരണേ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവര് അകന്നായിരുന്നു നിന്നിരുന്നതേ. എന്നാലും കാണുമല്ലോ എല്ലാ കഥകളിലും ഉള്ള പോലെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. ധീരനായിരുന്നു എന്റെ മോൻ. പൗരുഷത്തിന്റെ പ്രതീകം. വിഷ്ണു എന്ന പേര് അവൻ അറിഞ്ഞിട്ടതുപോലെ തന്നെയായിരുന്നു എൻ്റെ പ്രവൃത്തികളും. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. പക്ഷേ ജീവിതം മാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ അവൻ അറിഞ്ഞില്ല. ശാലിനി, അവള് പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഒപ്പം നല്ലൊരു പാചകക്കാരിയും. ശാലിനിയുടെ അമ്മ ശാരദയുടെ കൈപുണ്യം അറിഞ്ഞു കിട്ടിയ ശാരദയുടെ പുണ്യം അതായിരുന്നു ശാലിനി. പക്ഷേ ആ ഇഷ്ടവും ആ സ്നേഹവും അവരെ രണ്ടുപേരെയും കൊണ്ട് എത്തിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളിലേക്കായിരുന്നു. എല്ലാവർക്കും വിവാഹത്തിന്റെ ആദ്യ നാളുകളെന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞായിരിക്കുമല്ലോ. പക്ഷേ എൻ്റെ മോൻ വിഷ്ണുവിൻ്റെ ജീവിതം അന്നു മുതൽ ഇന്നു വരെ കണ്ണുനീരിൻ്റെ ഉപ്പ് രുചിച്ചാണ് അവൻ്റെ കുടുംബജീവിതം തള്ളി നീക്കിയത്. സ്വസ്ഥത അതെന്താണെന്ന് എൻ്റെ മോൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ എൻ്റെ മോന് മാത്രം ഇങ്ങനൊരു ജീവിതം? ഇതിലും നല്ലത് അവനൊരു ജീവിതം ഇല്ലായിരിക്കുന്നത് തന്നെ. മോളുടെ പടമര മുടങ്ങിയല്ലേ? അതാ മോളെ, വിഷ്ണുവിൻ്റെ ജീവിതം പറഞ്ഞു തുടങ്ങിയ നമ്മൾ കരയും. പറയാതിരുന്നാലോ
കേറി നോക്കണോ? നോക്കണോ കയറി? എന്താ അവൻ എന്താ? എന്താ എന്താ നിങ്ങളീ കാണിക്കുന്നത്? എന്താന്നാ ചോദിച്ചത്? അവനവിടെ വിഷ്ണു അവനിവിടെ ഇല്ല. ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പറയാനാണല്ലോ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. അല്ല നിങ്ങൾ ഒറ്റ ഒരുത്തനാ അവനെ ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. വന്ന് അവനിപ്പോ പോലീസിന്റെ നെഞ്ചത്തേക്കാ കയറ്റം. ACBയുടെ തോക്കും തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. പോയി നോക്കണോ ഏതെങ്കിലും പത്തായത്തിലോ കട്ടിലടിയിലോ ഉണ്ടോന്ന്? ഉണ്ടെങ്കിൽ നന്നായി പെരുമാറിയിട്ട് വേണം വാരിക്കെട്ടി പുറത്തോട്ട് കൊണ്ടുവരാൻ.